2015 ഞാൻ മെമ്പറായിട്ട് വന്നത്. അത് കോണി ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 10 വർഷക്കാലത്തോളമായി. ഞാൻ പത്തംകുളത്ത് നിൽക്കുമ്പോൾ അവിടെ സംവരണ സീറ്റിലാണ്, SC സംവരണ സീറ്റിലാണ് ഞാൻ മത്സരിച്ച് വന്നത്. പക്ഷെ ഇപ്പോൾ ഞാനിവിടെ 2ാം വാർഡിൽ ജനറൽ സീറ്റിൽ നിന്ന് മത്സരിച്ചു. ഞങ്ങൾക്കൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ടാണ് എന്നെ നിയമിച്ചത്. ഞാനൊന്നും പറഞ്ഞു എനിക്ക് മെമ്പറായാൽ മതി, എനിക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനമൊന്നും വേണ്ട. പക്ഷേ പാർട്ടിയുടെ താല്പര്യം കാരണമാണ് എനിക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം തന്നത്. പക്ഷെ ഈ 10 വർഷമായിട്ട് ഞാനൊരു കോണി ചിഹ്നത്തിൽ മത്സരിച്ച ഒരു വ്യക്തി ഈ മാസം 15-ാം തീയതിക്ക് ഞങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടി. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ മുസ്താഖ പടിയത്ത് പറമ്പിൽ, അതേപോലെ തന്നെ ജുമൈലത്ത്, അവരൊരു അംഗനവാടി ടീച്ചറാണ്. അവരുടെ സമയങ്ങളും സന്ദർഭങ്ങളും നോക്കിയിട്ടാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഞങ്ങൾ നടത്തലും ചെയ്യലും. അതിന് വിരുദ്ധമായിട്ട് നമ്മൾ ഇതുവരെ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളൊരു സുപ്രഭാതത്തില് ഈ ലാസ്റ്റ് ഘട്ടപ്പോൾ നമുക്കറിയാം ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ ഒരു 10-12 ദിവസങ്ങളുണ്ടാവും. അതിന്റെ മുൻപായിട്ട് ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു വ്യക്തിയെ പറ്റി ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമ്പോൾ ഈ പാർട്ടിയുടെ അകത്തു നിന്നുള്ള ഒരു പ്രശ്നമാണെങ്കിൽ നമ്മൾ പാർട്ടി വിളിച്ച് നമ്മളെ ഇവിടെ സംസാരിക്കുമെങ്കിൽ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അവിശ്വാസ പ്രമേയം വരുമ്പോൾ ഞാൻ ഈ മെമ്പർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഞങ്ങൾക്ക് ഒന്നും പറയാല്ല, ഞങ്ങൾക്ക് വോട്ടിങ് മാത്രം പറഞ്ഞത് അവർ. അപ്പം ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ച് എൻ്റെ പേരിൽ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമ്പോൾ ഞാൻ ഈ പാർട്ടിയിൽ ഇത്ര കാലം 10 വർഷമായി തുറന്നു നിൽക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ എന്നെ പറ്റി ഒരു അവിശ്വാസം കൊണ്ട് ആ അവിശ്വാസ പ്രമേയം എന്താണെന്ന് എനിക്ക് അറിയണം, അതിന്റെ കാരണം വ്യക്തമായിട്ട് എനിക്ക് അറിയണം എന്ന് പറഞ്ഞപ്പോൾ ഈ 2 കക്ഷികളും വോട്ടിങ്ങിന് ഇടാന്ന് മാത്രമേ പറഞ്ഞു. പക്ഷെ പാർട്ടിയുടെ അകത്ത് എന്തെങ്കിലും ഒരു വിഷയത്തിനെ പറ്റി ഉണ്ടാകുമ്പോൾ പാർട്ടിയിൽ ഇരുന്ന് അവർ ചർച്ച ചെയ്യുക, അതാണ് ഒരു പാർട്ടിക്ക് ചേർന്ന നല്ല രീതി എന്നെ അപേക്ഷിച്ച് നോക്കും. പക്ഷെ ഈ പാർട്ടിയിൽ വിളിച്ച് എന്നെ ചർച്ച ചെയ്യുക ഒന്നും ചെയ്യാണ്ട് ഒരു വ്യക്തിയെ പറ്റി പെട്ടെന്നൊരിത് ചെയ്യുമ്പോൾ അത് നമുക്കൊരു മാനസികമായിട്ടൊരു പ്രശ്നം തന്നെയാണ്. എന്താ വെച്ചാൽ ഞാനൊരു ദളിത് സംഘടനയുടെ പ്രസ്ഥാനത്തിൽ കൂടെയാണ് ഞാൻ ഈ കോണി ചിഹ്നത്തിൽ മത്സരിക്കാനും അതിൽ വരാനുണ്ടായ സാഹചര്യം. പിന്നെന്താ വെച്ചപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവ് മരിച്ചത് കുറച്ച് മാനസിക പ്രശ്നങ്ങളാണ്. ഞങ്ങളുടെ ഒരു 10-39 കൊല്ലം ഒരു ആളുടെ ഒപ്പം ജീവിച്ച ഒരു സുപ്രഭാതത്തിലായിരുന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അതൊരു വലിയൊരു തീരാനഷ്ടം തന്നെ. അങ്ങനത്തെ ഒക്കെ ഒരു സാഹചര്യത്തിൽ നമ്മളെ ഈ പാർട്ടി നമ്മൾ ചേർത്ത് പിടിക്കുമെങ്കിലും നമുക്ക് അനുകൂലമായിട്ട് അവരൊന്നും പറയാനോ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അവരെപ്പോഴും നമ്മളെ ഒഴിച്ചു നിർത്തിയിട്ടുള്ളൂ. അല്ലാതെ ഞാൻ അവർ വിളിച്ച പരിപാടിക്ക് പോകാണ്ട് അല്ലെങ്കിൽ ഇതുവരെ ഇന്നത്തെ വരെ ഞാൻ ആ പാർട്ടിയിൽ തന്നെയാണ് പ്രവർത്തിച്ചത്. പക്ഷെ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ വാർഡിൽ നമുക്ക് ഫണ്ടുകൾ തന്നിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ഫണ്ടായാലും ശരി, MLA ഫണ്ടായാലും നമുക്ക് ഇവിടെ രാഷ്ട്രീയം നോക്കിയിട്ടോ അല്ലെങ്കിൽ പാർട്ടി നോക്കിയിട്ടല്ല, നമ്മൾ ഭരണസമിതി എല്ലാവർക്കും ഒരേപോലെ തുല്യമായിട്ടൊന്നും. പക്ഷെ എൻ്റെ വാർഡിൽ കൂടുതൽ ഫണ്ടുകൾ തന്നു. ആ ഫണ്ടുകൾ ഞാൻ നന്നായിട്ട് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് ജനങ്ങൾക്ക് അറിയാം ഞാൻ വനജ മെമ്പർ ആരായിരുന്നു, ആരെ എന്താന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് എന്നെ പറ്റി എല്ലാം ബോധ്യം. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കേണ്ട ആൾക്കാർ നമ്മളെ ചേർത്ത് പിടിക്കും. പക്ഷെ ഇവിടെ ഈ ഭരണസമിതി ഞാൻ പ്രതിപക്ഷമാണെങ്കിലും ശരി, ഭരണപക്ഷ മെമ്പർമാരായാലും ശരി, ചന്ദന പ്രസിഡന്റ് ആയാലും ശരി, അവരുടെ ഒരു ചേർത്ത് പിടിക്കൽ കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രത്തോളം എത്തിയത്. അതിന് ഞാൻ അവരെ പറ്റിയിട്ട് വളരെ അഭിമാനത്തോടു കൂടി പറയുകയാണ്. പക്ഷെ ഞങ്ങളുടെ പാർട്ടി, എൻ്റെ പാർട്ടി ലീഗ് എന്ന പാർട്ടി എന്നെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ തന്നെ ഒഴിച്ചു നിർത്തരുത്. നമുക്ക് എന്തൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കേണ്ട ആൾക്കാർ നമ്മൾ അവഗണിക്കുമ്പോൾ നമുക്കതൊരു മാനസികമായ പ്രശ്നം തന്നെ. പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ ഞാൻ പരിഹരിച്ച് ഞാൻ നല്ല രീതിയിലാണ് എനിക്ക് പ്രവർത്തിക്കാൻ ഈ 10 വർഷം ജനങ്ങളുടെ കൂടെ ഇറങ്ങിച്ചെന്ന് അവർക്ക് എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഏതു അറ്റം വരെ ഒരു കാര്യച്ച ഞാൻ ചെയ്തു കൊടുക്കാനും ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഈ അവിശ്വാസ പ്രമേയം പറഞ്ഞാൽ അത് ഞങ്ങളുടെ പാർട്ടിയുടെ അകത്തൊക്കെ എന്തെങ്കിലും അവർ ഗൂഢാലോചന പ്രകാരമാകും. അല്ലാതെ എനിക്ക് അറിഞ്ഞിട്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. കഴിഞ്ഞ മാസം 29/9/2025 ഒരു അജണ്ട വന്നു ഈ വികസന സദസ്സുമായി സംബന്ധിച്ച്. അപ്പൊ വികസന സദസ്സുമായി സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മളിപ്പോ നമ്മുടെ ഈ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തുന്നതാണ്. അപ്പൊ ജനങ്ങൾക്ക് അറിയാനും നമുക്ക് അതില് കാര്യങ്ങൾ അറിയാനുള്ള ഒരു സദസ്സാണ് അതൊരു. പക്ഷെ എനിക്ക് അതിനെ പറ്റി അറിയാമില്ലായ്മ ഞാൻ പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിലൊന്ന് ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അപ്പോഴും ഞങ്ങൾ ഈ 6 UDF-ഉം ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ഞങ്ങൾ നിന്നത്. അതിന് ഞാനൊരു വിയോജനം എൻ്റെ ഭാഗത്തുണ്ടായില്ല. ഒപ്പിടാൻ പറഞ്ഞ് ഞാനതിൽ ഒപ്പിട്ട് കൊടുത്തു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം 6-ാം തീയതിയാണ് എന്നെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു അവിശ്വാസ പ്രമേയങ്ങൾ. ഇതുവരെ ഞാൻ ലീഗ് എന്ന പാർട്ടിയിൽ ഞാൻ ആ ലീഗ് എന്ന പാർട്ടിയിൽ നിന്ന് മാറിയിട്ടില്ല. ഇനി നാളെ എന്ത് തീരുമാനിക്കും എന്തോന്ന് അത് നമുക്ക് പിന്നെ ആലോചിക്കാൻ സമയമുണ്ട്.